ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനിയരായ ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 79-ാം അധ്യായം സൂറത്തുൻ നാസിആത്തിലെ 17 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് 18, 19 എന്നീ രണ്ട് ആയത്തുകൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് തുവ എന്ന താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നീ ഫിർഔൻ്റെ അടുത്തേക്ക് പോകണം. തീർച്ചയായും ആ ഫിർഔൻ അതിര് വിട്ടിരിക്കുന്നു, അതിർത്തി ലംഘിച്ചിരിക്കുന്നു, അക്രമം ചെയ്യുന്നവനാണ്. ഇനി അതിനെ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താണ് ഫിർഔൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം ഫിർഔനോട് പറയേണ്ടത് എന്നുള്ള കാര്യമാണ്. 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാ, ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക. ഫഖുൽ, ഫ എന്ന് പറഞ്ഞാൽ എന്നിട്ട്, അപ്പോൾ. ഖുൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം. ഖാല, യഖൂലു, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഖുൽ എന്നുള്ളത് ഖാല എന്ന പദത്തിൻ്റെ അമ്രാണ്, കൽപ്പനക്രിയയാണ്. ഇതുപോലെ നമ്മൾ ദഹബ പോയി, ഇദ്ഹബ് നീ പോകൂ എന്ന് പറഞ്ഞല്ലോ, അവിടെ കൽപ്പനക്രിയ എന്ന് പറഞ്ഞു, അമ്രാണെന്ന് പറഞ്ഞു. അതേപോലെ ഖാല എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് ഖുൽ, നീ പോകൂ, നീ പോകണം. ശരിക്ക് ഖാല എന്ന പദത്തിൻ്റെ മുളാരി യഖൂലു. ആ യഖൂലു എന്നുള്ളതിൻ്റെ തുടക്കത്തിലെ യാ മാറ്റിയതിന് ശേഷം അവസാനത്തെ ലാമിന് സുക്കൂന് കൊടുത്തു, പിന്നീട് ആ നീട്ടാനുള്ള വാവ് ഒഴിവാക്കി താൽക്കാലികമായിട്ട്. അങ്ങനെയാണ് ഖുൽ എന്ന് കിട്ടിയത് എന്നാണ് പറയാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആ താൽക്കാലികമായി മാറ്റിയ വാവ് തിരിച്ചു വരും. ഇപ്പോൾ 2 പേരോടൊക്കെ പറയുമ്പോൾ, 2 പേരോട് കൽപ്പിക്കുമ്പോൾ ഖൂല എന്നാ പറയാം. ആ സമയത്ത് ആ വാവ് തിരിച്ചു വരും. ശരി, ഇവിടെ ഖുൽ, നീ പറയുക, കൽപ്പനയാണ്, നീ അങ്ങനെ പറയുക. എന്താ പറയേണ്ടത്? ഹൽ ലക. ഹൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു നേരത്തെ ഒരു ആയത്തിൽ, ഹൽ അത്താക്ക ഹദീസു മൂസ എന്ന് പറഞ്ഞ സമയത്ത് ഹൽ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. ഹൽ, ആണോ, ഉണ്ടോ എന്നൊക്കെ ചോദ്യം ചോദിക്കുകയാണ്. ലക, നിനക്കുണ്ട്. ലക എന്ന് പറഞ്ഞ അർത്ഥം നിനക്കുണ്ട്. ലീ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്. ലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ട്. ലഹ എന്ന് പറഞ്ഞാൽ അവൾക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് അർത്ഥം കിട്ടുക. അപ്പോൾ ലക്ക, നിനക്കുണ്ട്. ഈ നിനക്കുണ്ട് എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിലാണ് ചോദ്യത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഹൽ വന്നത്, ആണോ ഉണ്ടോ എന്നർത്ഥത്തിൽ. അപ്പോൾ ഹൽ ലക്ക, നിനക്കുണ്ടോ, നിനക്കുണ്ടോ എന്നുള്ള ചോദ്യമായിട്ട് മാറും അത്. എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും അർത്ഥം നീ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഒരുക്കമുണ്ടോ എന്നാണ്. എന്തിനൊരുക്കമുണ്ടോ എന്ന്, അല്ലെങ്കിൽ നീ എന്തിന് തയ്യാറുണ്ടോ എന്ന്. ഇലാ അൻ തസക്ക, ഇലാ, ലേക്ക്. ഇത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ അർത്ഥം. ഇലാ, ലേക്ക്. അത് അടുത്തതും കൂടെ പറയുമ്പോഴേ അതിനർത്ഥം പൂർത്തിയാവുള്ളൂ. എന്തിലേക്ക്? അൻ തസക്ക, അൻ അങ്ങനെ ആവാൻ. തസക്ക, തസക്ക എന്ന് പറഞ്ഞാൽ സംസ്കരണം സിദ്ധിച്ചു എന്നാണ് അർത്ഥം. സംസ്കരണം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിച്ച് നന്നാവുക എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിച്ച് നന്നാവാൻ നീ ഒരുക്കമുണ്ടോ? അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിക്കാൻ നീ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞാൽ നീ മുസ്ലിം ആവാൻ തയ്യാറുണ്ടോ? ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അതിക്രമങ്ങളൊക്കെ ഒഴിവാക്കി നീ ഈ അതിരുവിട്ട പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് നന്നാവാൻ നീ ഒരുക്കമുണ്ടോ എന്നതാണ് ചോദ്യം. ഫഖുൽ, അപ്പോൾ നീ പറയുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് നീ പറയുക. ഫിർഔൻ്റെ അടുത്ത് എത്തിയിട്ട് നീ പറയുക. എന്നിട്ട് പറഞ്ഞാൽ ഫിർഔൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം അവിടെ എത്തിയിട്ട് എന്നിട്ട് ഖുൽ, നീ പറയുക. ആ ഫിർഔനോട് നീ പറയുക,
ഹൽ ലക്ക നീ ഒരുക്കമുണ്ടോ, നിനക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നിനക്ക് ഒരുക്കമുണ്ടോ. ഇലാ അൻ തസക്ക സംസ്കരണം സിദ്ധിച്ചവനാവാൻ, സംസ്കരണം സിദ്ധിച്ചവനാവാൻ നിനക്ക് ഒരുക്കമുണ്ടോ എന്ന് പറഞ്ഞാൽ നിനക്ക് നന്നാവാൻ ഒരുക്കമുണ്ടോ, ഇത് നീ അവിടെ പോയിട്ട് ചോദിക്കണം എന്നതാണ് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പിക്കുന്ന ഒരു കാര്യം. അടുത്ത ആയത്ത് വ അഹ്ദിയക്ക. ഹദാ എന്ന് പറഞ്ഞാൽ മാർഗദർശനം നൽകി എന്നാണ് അർത്ഥം. ഹദാ വഴി കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയാം. അതിൻ്റെ മുലാരിയായ രൂപം യഹ്ദി എന്നാണ്. യഹ്ദി എന്ന് പറഞ്ഞാൽ അവൻ വഴി കാണിക്കുന്നു അല്ലെങ്കിൽ അവൻ വഴി കാണിക്കും എന്നൊക്കെ അർത്ഥം. അതിൻ്റെ തുടക്കത്തിലെ യാ മാറ്റിയിട്ട് ആ എന്ന് കൊടുക്കുകയാണെങ്കിലോ അഹ്ദി ഞാൻ വഴി കാണിക്കുന്നു, ഞാൻ വഴി കാണിക്കും എന്നർത്ഥം കിട്ടും. നമുക്കറിയാം മുലാരിയായ പദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അഹ്ദി ഞാൻ വഴി കാണിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വഴി കാണിക്കും. അഹ്ദിയക്ക ഞാൻ നിനക്ക് വഴി കാണിക്കും, ഞാൻ നിനക്ക് വഴി കാണിക്കും, മാർഗദർശനം കാണിക്കും. അഹ്ദിയക്ക അവസാനത്തിൽ ക എന്ന് വന്നതുകൊണ്ട് നിനക്ക്, ഞാൻ നിന്നെ വഴി കാണിക്കും അല്ലെങ്കിൽ ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും, മാർഗദർശനം കാണിച്ചു തരും. അതിൻ്റെ തുടക്കത്തിലുള്ളൊരു വാവുണ്ട്. ആ വാവ് ശരിക്ക് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ അൻ എന്നുള്ളൊരു പദം ഉണ്ടല്ലോ, അതിന് പകരം വന്നതാണ്. അതായത് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു അൻ തസക്ക നീ സംസ്കരണം സിദ്ധിക്കുവാൻ, ആ എന്ന് പറഞ്ഞു. ഇവിടെ വ അതും ആ അന്നിന് പകരമാണ് വാവ്. അതായത് വ അഹ്ദിയക്ക നിന്നെ വഴി കാണിക്കാനും. അപ്പോൾ ആൻ എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെയും കിട്ടുക. വ അഹ്ദിയക്ക നിന്നെ ഞാൻ വഴി കാണിക്കാനും. അപ്പോൾ അവിടെ വാവ് എന്ന അർത്ഥത്തിലാണെങ്കിൽ പോലും ഉദ്ദേശിക്കുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ അൻ തസക്ക എന്നിട്ട് പിന്നെ വ അൻ അഹ്ദിയക്ക എന്നാണ് ശരിക്കും അവിടെ ഒരു അൻ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ ആ തരത്തിൽ നിന്നെ വഴി കാണിക്കാനും എന്ന രൂപത്തിലാണ് അർത്ഥം കൊടുക്കുക. ഇലാ റബ്ബിക്ക എങ്ങോട്ടാ വഴി കാണിക്കുക, എങ്ങോട്ടാ മാർഗദർശനം കാണിച്ചു കൊടുക്കുക. ഇലാ റബ്ബിക്ക ഇലാ ലേക്ക്, ഏതിലേക്ക്, റബ്ബിക്ക റബ്ബ് നാഥൻ രക്ഷിതാവ് റബ്ബ്. ഇന്നലെ നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് ആ റബ്ബിനെ പരിചയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ റബ്ബ് എന്നുള്ള പദം കഴിഞ്ഞ ദിവസം, ഇന്നലെയല്ല അതിന് മുമ്പത്തെ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ക നിൻ്റെ, അപ്പം റബ്ബിക്ക നിൻ്റെ റബ്ബ്, ഇലാ റബ്ബിക്ക നിൻ്റെ റബ്ബിലേക്ക്, വ അഹ്ദിയക്ക ഇലാ റബ്ബിക്ക നിൻ്റെ റബ്ബിലേക്ക് ഞാൻ നിന്നെ വഴി കാണിക്കാനും. ഇലാ റബ്ബിക്ക നിൻ്റെ റബ്ബിലേക്ക്, വ അഹ്ദിയക്ക ഞാൻ നിന്നെ വഴി കാണിക്കാനും. എന്നിട്ടോ അങ്ങനെ ഞാൻ നിൻ്റെ റബ്ബിലേക്ക് വഴി കാണിച്ചാൽ എന്താ സംഭവിക്കുക, ഫ തഹ്ഷ അങ്ങനെ നീ ഭയപ്പെടാനും. ഫ തഹ്ഷ അപ്പോൾ നീ ഭയപ്പെടാനും. ഖഷിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു എന്നാണ് അർത്ഥം. അതിൻ്റെ മുലാരിയാണ് യഹ്ഷ തഹ്ഷ എന്നൊക്കെ. തഹ്ഷ എന്ന് പറയുമ്പോൾ നീ ഭയപ്പെടുന്നു അല്ലെങ്കിൽ നീ ഭയപ്പെടും. ഫ തഹ്ഷ അപ്പോൾ നീ ഭയപ്പെടും. അപ്പോൾ ഞാൻ നിൻ്റെ റബ്ബിലേക്ക് വഴി കാണിക്കാനും അപ്പോൾ നീ ഭയപ്പെടാനും, അല്ലെങ്കിൽ അപ്പോൾ നീ ആ റബ്ബിനെ ഭയപ്പെടാനും ഭയഭക്തിയുള്ളവനാകാനും. ഇതാണ് ഈ രണ്ട് ആയത്തുകളിലെ പദങ്ങളുടെ അർത്ഥം. വിശദീകരണത്തിലേക്ക് പോവാം. അള്ളാഹു പറയാണ് ഫിർഔനിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയേണ്ടത് എന്താണെന്നറിയോ. ഫിർഔൻ്റെ അടുത്തിട്ട് ചെന്നിട്ട് പറയണം, നീ സംസ്കരണം സിദ്ധിച്ചവനാവാൻ ഒരുക്കമുണ്ടോ, അങ്ങനെ ഞാൻ നിന്നെ നേർമാർഗത്തിലാക്കാനും അപ്പോൾ അങ്ങനെ നിനക്ക് മാർഗദർശനം കാണിച്ചു തന്നാൽ, നിൻ്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തന്നാൽ അത് നീ സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ നീ ഭയഭക്തിയുള്ളവനാകാനും അതിന് നീ ഒരുക്കമുണ്ടോ എന്നതാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ പദപ്രയോഗം വളരെയധികം കൃത്യതയുള്ളൊരു പദപ്രയോഗമാണ്. പരിശുദ്ധ ഖുർആനിലെ എല്ലാ പദപ്രയോഗങ്ങളും അങ്ങനെ തന്നെയാണ്. നീ സംസ്കരണം സിദ്ധിച്ചവനാകാൻ ഒരുക്കമുണ്ടോ. എന്തായി സംസ്കരണം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, തസക്ക എന്നുള്ള പദം, സക്കാത്ത് ഒക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ് അല്ലേ. തസക്ക സംസ്കരണം സിദ്ധിക്കുക, എല്ലാ തെറ്റുകുറ്റങ്ങളും ഒഴിവാക്കിയിട്ട് ശുദ്ധീകരിക്കുക. അതിൻ്റെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഉപകാരപ്രദമായത് മാത്രം നിലനിർത്തുക, ബാക്കി മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്നതൊക്കെ വെട്ടിമാറ്റുക. അങ്ങനെ ഏറ്റവും ശുദ്ധീകരിച്ച വ്യക്തിയായി മാറുക.
പിന്നെ അതിലൂടെ നമുക്കൊരു വളർച്ച ഉണ്ടാവുക, നന്മകളുടെ വളർച്ച ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുക, അതൊരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കാവുക, നന്മകളുടെ വളർച്ച ഉണ്ടാവുക. അപ്പോൾ തസക്ക, സംസ്കരണം സിദ്ധിക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിച്ച് നന്നാവുക. വ അഹ്ദിയക്ക, അങ്ങനെ ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും, മാർഗം കാണിച്ചു തരും. എന്തിലേക്കുള്ള മാർഗ? ഇലാ റബ്ബിക്ക, നിൻ്റെ റബ്ബിലേക്ക്. ഇവിടെ നിങ്ങൾ നോക്കണം, ആ ഒരു ഫിർഔൻ്റെ അടുത്ത് ചെന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയേണ്ടത് എൻ്റെ റബ്ബിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നല്ല, എൻ്റെ റബ്ബിനെക്കുറിച്ച് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്നല്ല, എൻ്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നല്ല പറയേണ്ടത്. മറിച്ച് ഫിർഔനോട് പറയേണ്ടത് നിൻ്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാമെന്നാണ്. എന്ന് പറഞ്ഞാൽ റബ്ബാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഫിർഔനോട് നിന്നെ സൃഷ്ടിച്ചവനായ ഒരു റബ്ബുണ്ട്, നിൻ്റെ റബ്ബ്. ആ റബ്ബിനെയാണ് നീ ആരാധിക്കേണ്ടത്. ആ റബ്ബ് ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം, ആ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം, ആ റബ്ബിനെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞു തരാൻ വേണ്ടി റബ്ബ് പറഞ്ഞയച്ചതാണ് എന്നെ. അതുകൊണ്ട് നിൻ്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാമെന്നാ. എന്ന് പറഞ്ഞാൽ ആ ഫിർഔനിന് മറ്റൊരു റബ്ബുണ്ട്, ആ ഫിർഔനിനെ സൃഷ്ടിച്ചവനായ ഒരു റബ്ബുണ്ട്, ആ റബ്ബിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്നാ. അതല്ലാതെ എൻ്റെ റബ്ബിലേക്ക് നിന്നെ ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ അത് ആ കേൾക്കുന്ന ആൾക്ക് അത്രയൊരു സുഖം കിട്ടൂല. പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ആലോചിച്ച് നോക്കണം. ഇപ്പോൾ പല പല മതങ്ങളുണ്ട്, പല പല മതങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അവിടെ ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളും ഏകനായ ഒരു സൃഷ്ടാവിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഏകനായ ഒരു സൃഷ്ടാവാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന് അവതാരങ്ങളും അല്ലെങ്കിൽ ആരാധിക്കേണ്ട രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും വ്യത്യാസമുള്ളത്. എല്ലാറ്റിൻ്റെയും മുകളിൽ ഏകനായ ഒരു സൃഷ്ടാവിനെ എല്ലാവരും പറയുന്നുണ്ട്. ആ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള കാര്യമാണ് ഇസ്ലാം മതം പറയുന്നത്. അല്ലെങ്കിൽ അതാണ് അള്ളാഹുവിൻ്റെ ദീൻ. ആ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. മറ്റുള്ള അവതാരങ്ങളൊന്നുമില്ല. ആരാധനാ രീതികളൊക്കെ ആ അള്ളാഹു തന്നെ പഠിപ്പിച്ചു തരും. ആ അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ആരാധന രീതികളെ സ്വീകരിക്കാവൂ. നേരിട്ട് ആ അള്ളാഹുവിനോട് കാര്യങ്ങളെല്ലാം പറയുക. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം നമ്മൾ ഇറക്കി വെക്കുക. നമ്മളുടെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞ് നമ്മളുടെ മനസ്സ് ശുദ്ധീകരിക്കുക. അങ്ങനെ മറ്റുള്ള ഒന്നിലേക്കും വിഗ്രഹങ്ങളുടെ രൂപത്തിലോ അതല്ലാത്ത രൂപത്തിലോ ഒന്നും തന്നെ മറ്റുള്ള രൂപത്തിലേക്കൊന്നും നമ്മുടെ ആരാധനകൾ തിരിയാതിരിക്കുക. അള്ളാഹുവിനെ ആരാധിക്കുക, ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇതാണ് അവിടെ ചെന്നിട്ട് പറയാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഞാൻ നിൻ്റെ റബ്ബിലേക്ക് നിനക്ക് വഴി കാണിക്കാനും എന്ന് പറഞ്ഞതിന് ശേഷം മൂസാ നബിയോട് പറയാൻ പറഞ്ഞത് ഫതഖ്ഷ, അങ്ങനെ നീ ഭയപ്പെടാനും. അപ്പോൾ ആ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയഭക്തി ഉണ്ടാവും. നമുക്ക് ഏതെങ്കിലും ഒരു സാധനത്തെ പേടിക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനെ കാണണം. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ആഴത്തിൽ അറിഞ്ഞാലും അതിനോട് നമുക്ക് പേടിയുണ്ടാവും. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, ആരാണ് അള്ളാഹു എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തി നമുക്കുണ്ടാവും, പരലോകത്തെ പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനെ നിനക്ക് ഞാൻ അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു തരാം, നിൻ്റെ റബ്ബിലേക്കുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നീ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫതഖ്ഷ, എന്നിട്ട് നിനക്ക് ഭയഭക്തി ഉണ്ടാകാനെന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഞാൻ നിനക്ക് ഭയഭക്തി ഉണ്ടാക്കി തരാമെന്നല്ല. നീ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി, ഞാൻ നിനക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തരാം, നിൻ്റെ റബ്ബിനെ പരിചയപ്പെടുത്തരാം, നിൻ്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഫതഖ്ഷ, അപ്പോൾ നിനക്ക് ഭയഭക്തി ഉണ്ടാവും. ആ അള്ളാഹുവിനെ നീ തിരിച്ചറിയുമ്പോൾ നിനക്ക് ഭയഭക്തി ഉണ്ടാവും എന്ന് പറയാനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുന്നത്. പലപ്പോഴും നമുക്ക് ഭയം ഉണ്ടാകുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നമുക്കെന്തെങ്കിലും അപകടം വരുത്തും, അല്ലെങ്കിൽ നമ്മെ ആക്രമിക്കും, നമുക്കെന്തെങ്കിലും നഷ്ടം സംഭവിക്കും, നമ്മുടെ ജീവനോ നമ്മുടെ അഭിമാനത്തിനോ നമ്മളുടെ മറ്റെന്തെങ്കിലും നമ്മുടെ സ്വത്തിനോ എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിക്കും എന്ന് വിചാരിക്കുമ്പോഴൊരു പേടിയുണ്ട് നമുക്ക്. അതൊരു ക്രൂര മൃഗത്തിൻ്റെ മുമ്പിൽ അകപ്പെടുന്ന സമയത്ത് നമുക്കൊരു പേടിയുണ്ട്, നമ്മുടെ ജീവൻ നഷ്ടമാകും. അതേപോലെ തന്നെ
നമ്മളെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒന്നിൻ്റെ മുമ്പിലെത്തിയാൽ നമുക്ക് പേടിയുണ്ടാവും. അതൊക്കെ നമ്മളുടെ എന്തെങ്കിലും ഒരു നഷ്ടബോധത്തിൽ നിന്ന് വരുന്ന പേടിയാണ്. അതേസമയം അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയുമ്പോൾ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവനാണ്. ആ അള്ളാഹു ഒരുപാട് കാരുണ്യവാനാണ്. അങ്ങനെ ആ അള്ളാഹുവിനെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം എന്ന ചിന്ത കൊണ്ട്, അങ്ങനെ അല്ലാതിരുന്നു കഴിഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ചിന്ത കൊണ്ട് ഭക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പേടിയുണ്ട്. അതാണ് ഭയഭക്തി. ആ ഭക്തിയാണ് ശരിക്ക് വേണ്ടത്. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ശരിക്ക് മനസ്സിലാക്കണം, ശരിക്ക് അറിയണം. സാധാരണഗതിയിൽ നമുക്ക് ഒരു സിംഹത്തെക്കുറിച്ചോ മറ്റൊക്കെ കൂടുതൽ ആഴത്തിൽ അറിയുമ്പോൾ നമ്മൾ സിംഹത്തിൽ നിന്ന് അകലുക ചെയ്യുക. കാരണം അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റിയതല്ല മൃഗം എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുമ്പോൾ ആ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. അതാണ് ഈ ഭയഭക്തിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അള്ളാഹു കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനാണ്, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവനാണ്. ആ അള്ളാഹുവിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണം. നമുക്ക് ഈ 2 ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഒന്ന്, ഫഖുൽ ഹല്ലക. അവിടെ ഹല്ലക എന്നുള്ളത് ഹൽ ലക്ക എന്നാണ്. രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ ആ ആദ്യത്തെ ലാമ് വിട്ട് രണ്ടാമത്തെ ലാമിന് ശബ്ദ കൊടുത്താൽ മതി. ഹല്ലക അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുക. ഇലാ അൻ, ഇലാ എന്ന നീട്ടൽ കണ്ടോ? ആ നീട്ടലിന് ശേഷം മദ്ദിന് ശേഷം തൊട്ടടുത്ത അക്ഷരം ഹംസയാണ്. അൻ എന്നുള്ളതിൽ ഹംസയാണ്. അപ്പോൾ അവിടെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, പക്ഷേ ഒരേ പദത്തിലല്ല, വ്യത്യസ്ത പദത്തിലാണ്. അതുകൊണ്ട് നിർബന്ധമില്ല 4-5 അക്ഷരങ്ങളുടെ അത്ര ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. ഏറ്റവും ചെറിയ നീട്ടലായിട്ടുള്ള 2 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാം, അല്ലെങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. അൻ തസക്ക, അവിടെ താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അൻ നൂന് വന്നു, സുക്കൂനുള്ള നൂനാണ്. തസക്ക താഇൻ്റെ മുമ്പിലാണ്. താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ നൂനിനെ വെളിവാക്കി പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ നൂനിന് പുള്ളി മാത്രം ഇട്ടത്, സുക്കൂൻ ഇടാത്തത്. ശരിക്കും അവിടെ സുക്കൂനാണ്, പക്ഷെ അവിടെ വെളിവാക്കി പറയാൻ പാടില്ല. അവ്യക്തമാക്കണം, അല്ലെങ്കിൽ മറച്ചു വെക്കണം, ഇഖ്ഫാ ചെയ്യണം എന്നാണ് പറയാം. അതുകൊണ്ട് തസക്ക എന്ന രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യുക. ഇത്രയുമാണ് പാരായണ നിയമങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഗ്രാമർ നമുക്ക് അവസാനം പറയാം. നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഇതിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആ 2ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിലുള്ള വാവ് ശരിക്കും അവിടെ അൻ എന്നും കൂടെ ചേർന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ അൻ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. വ അഹ്ദിയക്ക, അങ്ങനെ നിനക്ക് ഞാൻ നേർമാർഗം കാണിച്ചു തരാൻ, അങ്ങനെ ഒരു ആൻ എന്നർത്ഥം അവിടെ വരുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ശരിക്കും അവിടെ അഹ്ദിയ എന്നായത്. അഹ്ദിയ അവിടെ അവിടെ അഹ്ദിയ എന്ന രൂപത്തിൽ അവസാനത്തിൽ നെസ്ബ് കിട്ടാനുള്ള കാരണം ആ അൻ അവിടെ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അതുതന്നെയാണ് അവിടെ തഖ്ഷ എന്നുള്ളത്. പക്ഷേ തഖ്ഷ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് അത് അത്ര അധികം വ്യക്തമാകില്ല. എന്തായാലും ഈ ഒരു ഗ്രാമറാണ് ആ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇലാ എന്ന് വന്നതുകൊണ്ടാണ് ഇലാ റബ്ബിക, റബ്ബുൻ എന്ന പദത്തിൻ്റെ മുമ്പിൽ ഇല വന്നപ്പോൾ ഇലാ റബ്ബി എന്നായി. റബ്ബിക, അവിടെ റബ്ബ് എന്നുള്ളതിന് ജെറ് കിട്ടാൻ കാരണം ഇല വന്നതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.